ഹലോ, പോയിരിക്കും. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? പവിത്രൻ, പവി. ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളൊരു പാവ. മൂപ്പരുടെ ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ്. ഒറ്റപ്പെട്ടുള്ള ജീവിതമൊക്കെ ആണെന്നുണ്ടെങ്കിലും അയാളെങ്ങനെ ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് മുമ്പോട്ട് അയാളുടേതായിട്ടുള്ള രീതിയിൽ പൊക്കോളും. അതായത് മനസ്സിൽ ചില വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ കവർ ചെയ്തിട്ട് അങ്ങ് പോവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് പവിത്രനെ പേഴ്സണലി എനിക്ക് തോന്നിയത്. അയാളുടെ ഒരു ക്യാരക്ടർ എനിക്ക് നല്ല രീതിയിൽ കണക്റ്റായി. അതിനർത്ഥം അതേ രീതിയിലുള്ള ജീവിതമാണ് എനിക്ക് അതുകൊണ്ടാണ് കണക്റ്റായത് എന്നല്ല കേട്ടോ. അയാളുടെ ആ ഒരു ഇമോഷൻ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ്. ഈ സിനിമയ്ക്കകത്ത് അയാളുടെ ആ വിഷമവും കണ്ണീരും പണ്ടാരവും ഒന്നുമല്ല കാണിക്കുന്നത്. പരിപാടി തമാശയൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും ആ ഒരു ക്യാരക്ടറിനെ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയാൾക്ക് ഇതിൻ്റെ അകത്ത് ആകെപ്പാടെ കൂട്ടായിട്ട് വേറെ ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട്, പക്ഷെ എന്നാലും അയാൾക്ക് കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ വല്ലാത്തൊരു സ്നേഹമൊക്കെ ഉള്ളത് അയാളുടെ പട്ടിയോട് മാത്രമാണ്. ആ പട്ടിക്കാണെങ്കിലും തിരിച്ചു ഒടുക്കത്തെ ഇഷ്ടമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല രസമായിരുന്നു കാണാൻ. നല്ല സ്വീറ്റായിരുന്നു, ക്യൂട്ടായിരുന്നു. അത് എനിക്ക് പടം കഴിഞ്ഞിറങ്ങി വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആ പട്ടിക്കുട്ടീനെ മനസ്സൊന്നും അങ്ങോട്ട് പോകുന്നില്ല. എൻ്റെ ആ കണ്ണും നോട്ടവും വാലാട്ടികളുള്ളൊരു ഓട്ടവും കെട്ടിപ്പിടുത്തവും ഇവരുടെയൊക്കെ നല്ല നൈസായിരുന്നു. അപ്പോൾ ഇയാളുടെ ആ ഒറ്റപ്പെടലും ആ പട്ടിയും നല്ല കണക്ഷൻ ഉണ്ട് ആക്ച്വലി. പിന്നെ ഈ പവിത്രനും ജോണി ആൻ്റണിയുടെ ക്യാരക്ടറും നല്ല സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ജോണി ആൻ്റണിയുടെ ക്യാരക്ടർ കാണുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ദേഷ്യവും വെറുപ്പും ഇറിറ്റേഷനും ഒക്കെയാണ് തോന്നിയത്. കാരണം ഇയാളെന്തോ പവിത്രൻ്റെ നിന്ന് കാശ് ഊറ്റാൻ വേണ്ടിയിട്ട് അയാളുടെ കൂടെ സൗഹൃദമൊക്കെ ആയിട്ട് നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എജാതി ഊറ്റ അവസാനം കാർഡ് വരെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി കണ്ട സമയത്ത് എനിക്ക് അങ്ങോട്ട് പൊളിഞ്ഞ് കയറാൻ വേണ്ടി തുടങ്ങി. ചില ആൾക്കാർ ആക്ച്വലി ഉണ്ടല്ലോ, ഈ കൂട്ടുകാരാണെന്നൊക്കെ പറയും, പക്ഷേ കൂട്ടുകാരാക്കി വെച്ചിരിക്കുന്നത് അവരുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടാനോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് ജോണി ആൻ്റണി എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ആ ക്യാരക്ടർ ജോണി ആൻ്റണി എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഒറ്റപ്പെടലിനെയും അയാളുടെ ആ ഒരു സാഹചര്യത്തിനെയൊക്കെ ചൂഷണം ചെയ്യുക, അത് തന്നെ പരിപാടി. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇതിൻ്റെ അകത്തുള്ള ജോണി ആൻ്റണിയുടെ കഥാപാത്രം നെഗറ്റീവ് ആണെന്ന്. നെഗറ്റീവ് ഒന്നുമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യം ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്തു എന്ന് മാത്രം. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇൻട്രോ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇൻട്രോ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഇത്രയും അങ്ങോട്ട് നീണ്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ, ഒരു ഡീസൻറ്റ് സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര പ്രതീക്ഷയൊന്നും വെച്ചിട്ട് പോയി കണ്ടൊരു പടമല്ല. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഞാൻ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട്, അതായത് ഈ സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് തീരെ കൺസേൺഡ് ആയിരുന്നില്ല. ദിലീപേട്ടനൊരു പടം പോയി കാണുക എന്നുള്ള രീതിയിൽ പോയി കണ്ടു. ഇത് കണ്ടു തുടങ്ങിയ സമയത്ത് എന്താണ് പരിപാടി ഓക്കെ ആണ്, വലിയ സീനായിട്ടൊന്നും തോന്നിയില്ല. ഒരു ഫീൽ ഗുഡ് സംഗതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സ്റ്റഫൊക്കെ ഇതിൻ്റെ അകത്ത് ആക്ച്വലി പക്കയായിട്ട് ഉണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ ഫുള്ളായിരുന്നു. കൂടുതലും ഫാമിലി ഓഡിയൻസ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരിത് ഭയങ്കരമായിട്ട് യങ്സ്റ്റേഴ്സിനെക്കാട്ടിലും ആസ്വദിച്ചിട്ടുണ്ട്. ഒരുപാട് പോർഷൻസിൽ ഇവർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവരും പ്രേക്ഷകരാണ്, ഓഫ് കോഴ്സ് നമ്മൾ അവരെയും പരിഗണിക്കണം. അവർക്ക് വേണ്ടിയും സിനിമകൾ വന്നോട്ടെ. അപ്പോൾ ഈ ഒരു സിനിമ അവർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. പിന്നെ യങ്സ്റ്റേഴ്സ് തീരെ എൻജോയ് ചെയ്യില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഫാമിലിയുടെ അത്ര ഈ സിനിമ യങ്സ്റ്റേഴ്സ് ഉൾക്കൊള്ളണം എന്ന് ഇല്ല. കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലൈക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാ തമാശകളൊന്നും ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല. ചില തമാശകളൊക്കെ എനിക്ക് രസകരമായിട്ട് തോന്നി, ചില തമാശകളൊന്നും വർക്കൗട്ട് ആയിട്ടുമില്ല. പിന്നെ എനിക്കിത് ഓവറോൾ നല്ല ഫീൽ ഗുഡായിട്ടൊക്കെ പോകുന്നതായിട്ടാണ് തോന്നിയത്. ലൈക്ക് ഒരിക്കലും ഭയങ്കരമായിട്ട് വെറുപ്പിച്ചു അല്ലെങ്കിൽ ബോറടിപ്പിച്ചു അങ്ങനെയൊന്നുമില്ല. പിന്നെ
നമുക്കറിയാം ദിലീപേട്ടൻ്റെ കഴിഞ്ഞ സിനിമകളുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. ശോകമായിരുന്നു, ഭയങ്കരമായ വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളെ ഒക്കെ വെച്ചിട്ട് ഈ ഒരു സിനിമേനെ നോക്കി കാണുന്ന സമയത്ത് ഇതിനൊരു ഫ്രഷ്നെസ്സൊക്കെ ആക്ച്വലി ഉണ്ട്. ഇതൊരു ആശ്വാസം തന്നെയാണ് ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്രയ്ക്കൊക്കെ എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് പറയാനുള്ളൂ. മുമ്പൊരുത്തൻ എനിക്ക് വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വെറും ക്ലീശേ സിനിമയുടെ ആളാണ്, നിങ്ങൾക്ക് ക്ലീശേ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന്. ആയിക്കോട്ടെ, ക്ലീശേ സിനിമകൾക്ക് എന്താണ് കുഴപ്പമുള്ളത്? ഞാൻ പറഞ്ഞത് അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ദാറ്റ്സ് ഇറ്റ്. അതിനർത്ഥം അത് മോശമാണെന്നുണ്ടോ? അല്ല. ക്ലീശയാണെങ്കിലും അത് എങ്ങനെ എടുത്തു വെക്കുന്നു എന്നനുസരിച്ചിട്ട് ആക്ച്വലി ഇരിക്കും അല്ലേ. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കുറേ സീക്വൻസസൊക്കെ ലൈക്ക് ചില തമാശകളൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. എന്താ അടുത്ത് എന്താ ഉണ്ടാകാൻ വേണ്ടി പോകണം അതൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു മൊമെൻറ്റിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ നമുക്ക് ആ ഒരു ഫീൽ ഗുഡ് സാധനം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് വർക്ക് ആവുന്നു ഒരു പ്രേക്ഷകന് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. സോ ഞാൻ വീണ്ടും പറയുന്നു, ഈ സിനിമയ്ക്കകത്ത് പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പോകുന്നത്. ക്ലീശേ സാധനങ്ങളുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും വലിയ രീതിയിൽ ഈ ഒരു സിനിമേനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊന്നും തോന്നുന്നില്ല. കാരണം ഫാമിലി ഓഡിയൻസ് ഓഫ് കോഴ്സ് അവർ എൻജോയ് ചെയ്യും. ഫാമിലി ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മക്കളും കുട്ടികളൊക്കെ കൂടി പോയി ഇരുന്നിട്ട് എൻജോയ് ചെയ്യുന്നല്ലാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് ഒരു പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, സംഭവം ഒരു 40+ അല്ലേ, ഒരു 40+, 50+ ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ടാവും. എപ്പോഴെങ്കിലൊക്കെ തിയേറ്ററിലേക്കൊക്കെ വരുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ സിനിമ കാണുന്ന, ഞാനതിനെ താഴ്ത്തി പറയുന്നതല്ല, ഞാൻ റിയാലിറ്റി പറഞ്ഞാണ്. കൂടുതൽ ആൾക്കാരും തിയേറ്ററിലേക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു ദിലീപ് സിനിമ വരുമ്പോൾ, ജയറാം സിനിമ വരുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു കാര്യമായൊരു സിനിമയൊക്കെ വരുന്ന സമയത്ത് മാത്രം തിയേറ്ററിലേക്ക് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ആക്ച്വലി ഉണ്ട്. അതൊരു വലിയ വിഭാഗം തന്നെയാണ്, അത് പറയുന്നത് വേണമല്ലോ. അപ്പം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും. അപ്പോൾ നമ്മൾ അതിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുന്ന സമയത്ത് ഇറ്റ്സ് ഗുഡ്. പിന്നെ ഞാനൊരു യങ്സ്റ്ററാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എനിക്ക് ഈ സിനിമ ബോറായിട്ടൊന്നും തോന്നിയില്ല. ഡബിൾ മീനിങ് ജോക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഇല്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വിനീത് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇനി ദിലീപേട്ടൻ എപ്പോഴും ഇങ്ങനെ തമാശ എന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. തമാശയൊക്കെ ഓക്കെ, ദിലീപേട്ടന് പുറക്കാവുന്ന പരിപാടി തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടൊക്കെ വന്ന്, അപ്ഡേഷൻ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വരണ്ട. അപ്ഡേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈക്ക് എല്ലാ തരത്തിലുള്ള സിനിമയും ചെയ്യാൻ പറ്റും. രാമലീല സ്ക്രിപ്റ്റ് ഗംഭീരമായിരുന്നു, അതിൽ ദിലീപേട്ടനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ അത്തരത്തിൽ കുറച്ച് സ്ട്രോങ് കഥാപാത്രങ്ങളും സ്ട്രോങ് സ്ക്രിപ്റ്റിൻ്റെയൊക്കെ ഭാഗമാവാൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും വേറെ ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റും. അഭിനയിക്കാൻ അറിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ, അഭിനയിക്കാനൊക്കെ അറിയാം. ഈ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രം കുറച്ച് സീരിയസ് ആയാൽ മതി, കുറച്ചൊന്ന് കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. അപ്പോൾ ദിലീപേട്ടൻ്റെ കഴിഞ്ഞ സിനിമകളൊക്കെ വെച്ചിട്ട് ഈ ഒരു സിനിമയിലേക്ക് നോക്കുന്ന സമയത്ത് ആശ്വാസം തന്നെയാണ്. നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇനി അടുത്ത സിനിമകളൊക്കെ വരുന്ന സമയത്ത് ഇനിയും തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കുക, മാറ്റങ്ങൾ വരുത്തുക എന്നാണ് എനിക്ക് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് ഒരു കാര്യം കൂടി ജസ്റ്റ് പറയാം, എനിക്കത് പറഞ്ഞിട്ട് മതിയാവുന്നില്ല. പട്ടിക്കുട്ടറ കേസ് തന്നെയാണ്. എന്താ അതിൻ്റെ പേര്, ആരാ വളർത്തണ അതിനെ, എന്ത് രസമാണ് അതിനെ കാണാൻ. ഇതിൻ്റെ അകത്തിൽ ഏറ്റവും ലാസ്റ്റ് ആ സീക്വൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഈ പട്ടിക്കുട്ടി ദിലീപേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. ദിലീപേട്ടൻ വരണത് കാത്തിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പാവം, ആ ഇരിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് പാവം തോന്നും. അതാണ് ദിലീപേട്ടൻ വെളിയിലേക്ക് വരുന്ന സമയത്ത് ഈ പട്ടിക്കുട്ടി ദിലീപിൻ്റെ പുറകെ ഓടിപ്പോകും. നല്ല ഓട്ടം ഓടും കേട്ടോ, നല്ല പാവം, ഒരുപാട് ദൂരം അത് ഓടും. ഇത് ഓടണ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമാവും. ഞാനത് ഇങ്ങനെ ഇരിക്കണം, തിയേറ്ററിൽ ഞാൻ ഇങ്ങനെ ഇരിക്കണം, കാരണം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ സങ്കടം. ഞാനത് ഇങ്ങനെ ഇരിക്കണം പട്ടിയുടെ ഓട്ടമൊക്കെ കാണുന്ന സമയത്ത്. അപ്പം പട്ടി ഇങ്ങനെ ഓടി വരുന്നുണ്ട്, പട്ടി ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് സ്റ്റക്കാവും, ഒരു ഇതിൽ സ്റ്റക്കാവും. അപ്പോഴേക്കും നമുക്ക് കൂടുതൽ ഡിസ്റ്റർബ്ഡായി. പട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അയ്യോ പാവം തോന്നും. ഒന്നാമത് അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഡോഗാണ്. അത് അവിടെ സ്റ്റക്കാവും പെട്ടെന്ന്, ഏതൊരു താഴെ മറ്റേ ഇതിൻ്റെ റോഡിൻ്റെ ഇടയിൽ സ്റ്റക്കാവും. അത് കഴിഞ്ഞിട്ട് ദിലീപേട്ടനൊരു ഫംഗ്ഷൻ, ആ സാഹചര്യം, ആ സീക്വൻസ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പടം കാണും. അവിടെ ആ ഫംഗ്ഷനിലേക്ക് ദിലീപേട്ടൻ പോകുന്ന സമയത്ത് എനിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സീനുകളിലേക്കൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എൻ്റെ ചിന്ത എന്താണ്, പട്ടിക്കുട്ടി ദിലീപേട്ടൻ്റെ പുറകെ ഓടി വരുന്നുണ്ടായിരുന്നു. ആ പട്ടിക്കുട്ടി അവിടെ റോഡിലൊന്ന് സ്റ്റക്കായി. ഈ പട്ടിക്കുട്ടീനെ ഇവിടേക്ക് എത്തുമോ, ആ പട്ടിക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, ഇതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കായി പോയി.
അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പട്ടിയായിട്ട് കൂടുതൽ ഇൻവോൾവ് ആയി, അല്ലെങ്കിൽ ആ പട്ടിയായിട്ട് കൂടുതൽ ഒരു കണക്ഷൻ കിട്ടി, നമുക്ക് ആ പട്ടിയോട് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നു. അതാണ് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പട്ടി തിരിച്ച് വന്നതിന് ശേഷമാണ് പിന്നെയും എന്താണ് ബാക്കി സീനുകളിലേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാനോ ഒക്കെ ആക്ച്വലി തോന്നിയത്. അതുവരെ മറ്റേ പട്ടി ഓടി വരുന്നതിലൊക്കെ സ്റ്റക്കായിരുന്നു. അത് തന്നെയായിരുന്നു മനസ്സിൻ്റെ അകത്ത്. അപ്പോൾ ഏതായാലും മൊത്തത്തിൽ ഓക്കെ. ഞാൻ സ്റ്റിൽ പറയുന്നു, ഇത് അതിഗംഭീരമായ മാരകമായ സിനിമയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പൊട്ടിച്ചിരിപ്പിച്ച് നിങ്ങളെ ഭയങ്കരമായിട്ട് മറ്റേൻ്റെ ഉള്ളിൽ കൊണ്ട് ഇരുത്തുന്നതെന്ന് ഞാൻ പറയുന്നില്ല. തമാശകളും പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട്, രസകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷെ അത് മുഴുനീളമായിട്ട് എല്ലാ ആളുകൾക്കും ആ കോമഡി വർക്കൗട്ടായി എല്ലാവരും ഇരുന്ന് ചിരിച്ച് അട്ടഹസിച്ച് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതിനെ കുറ്റം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പല സീക്വൻസുകളും എടുത്ത് കുറ്റം പറയാം, അല്ലെങ്കിൽ ഇതിൻ്റെ കഥയെടുത്ത് നമുക്ക് വേണമെങ്കിൽ കുറ്റം പറയാം, ഭയങ്കരമായിട്ട് വിമർശിക്കാം, വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഒരു പേപ്പറും പെന്നും എടുത്ത് പോയിട്ട് ഈ സിനിമ കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എഴുതിയെടുക്കാനുള്ള ഐറ്റംസൊക്കെ ആക്ച്വലി ഉണ്ട്, നെഗറ്റീവ്സ്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. കാരണം അങ്ങനെ കാര്യമായിട്ട് നെഗറ്റീവ് എഴുതി വെച്ച് അങ്ങനെ പറയേണ്ട ഒരു കൈൻഡ് ഓഫ് സിനിമയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനെ അത്ര സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഇതങ്ങനെ ഒരു കാറ്റഗറി പെടുന്ന സിനിമയാണ്. അപ്പോൾ നമ്മളിതിനെ ജസ്റ്റ് ഒരു വൺ ടൈം പരിപാടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക, കാണുക, വിടുക എന്നുള്ളൊരു സംഗതി ആക്ച്വലി ഉള്ളൂ. വിമർശിക്കുന്നത് തെറ്റാണ് നല്ല കേട്ടോ ഞാൻ പറയണം. പക്ഷേ എൻ്റെ ഒരു പെർസെപ്ഷൻ ഞാൻ പറഞ്ഞാണ്, ഇതിനെ അങ്ങനെ കാര്യമായിട്ട് കണ്ട് ഇരുന്ന് വിമർശിക്കാനായിട്ട് ഇതാക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് ഫീൽ ഗുഡ് സ്റ്റഫ്, വൺ ടൈം സ്റ്റഫായിട്ട് കൺസിഡർ ചെയ്താൽ മതി. പിന്നെ ദിലീപേട്ടന് ഇതിനു മുമ്പുള്ള, ദിലീപേട്ടനതല്ല ഏത് നടൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പല പടങ്ങളെയും നമ്മൾ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ വിമർശിച്ച് സംസാരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമകൾ ഇറങ്ങുന്ന രീതി, അല്ലെങ്കിൽ ആ സിനിമയുടെ ജോൺറെ, അല്ലെങ്കിൽ ആ സിനിമയുടെ ബഡ്ജറ്റ്, അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ടാവുമല്ലോ. ചില സിനിമകളൊക്കെ നമ്മൾ സീരിയസ്ലി എക്സ്പെക്ട് ചെയ്ത് നോക്കിക്കാണുന്ന ചില സിനിമകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ സീരിയസ് ആയിട്ട് വരേണ്ട ചില സിനിമകൾ വർക്ക് ആവാത്തതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത്. പക്ഷേ അപ്പോൾ ബാന്ദ്ര, ദിലീപേട്ടൻ്റെ ഒക്കെ നമ്മൾ വിമർശിച്ചിട്ടുള്ള സിനിമയാണ്. കാരണം ബാന്ദ്ര ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇറങ്ങി വന്നൊരു സാധനമാണല്ലോ. കിങ് ഓഫ് കോത്ത ഭയങ്കര സംഭവമായിട്ട് ദുൽഖറിൻ്റെ ഇറങ്ങി വന്നൊരു സാധനമാണോ. അതൊക്കെ നമ്മൾ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത്തരത്തിൽ ഈ ഫീൽ ഗുഡ് കാറ്റഗറിയിൽ വരുന്ന, അല്ലെങ്കിൽ കോമഡി ജോണറിൽ പെടുന്ന, വലിയ സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടാത്ത സംഗതികളൊക്കെ നമ്മൾ പോയി കാണുന്ന സമയത്ത് നമ്മളൊക്കെ സില്ലിയായിട്ട് തന്നെ കണ്ട് അങ്ങ് വിട്ടുകൊടുത്താൽ മതി. മനസ്സിലായ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് ഇതിൻ്റെ കഥ അല്ലെങ്കിൽ മാങ്ങാത്തൂരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകേണ്ട ഒരു കേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സിനിമകൾക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.